പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. മൂന്നാമത്തെ ചാപ്റ്ററിലും അടുത്ത നാലാമത്തെ ചാപ്റ്ററിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു പാർട്ണർഷിപ്പിൻ്റെ പുനഃസംഘടന സമയത്ത് ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ട വിവിധ ജോലികളാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നും റീകോൺസ്റ്റിറ്റ്യൂഷന്റെ വിവിധ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത്തരം സാഹചര്യങ്ങളിൽ അക്കൗണ്ടുകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? പാർട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് who have agreed to share the profits of a business carried on by all or any of them acting for all. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം പങ്കിടുന്ന വ്യക്തികൾ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ മെമ്പർമാരായിട്ടുള്ള വ്യക്തികളെയാണ് പാർട്ണേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ബിസിനസ് സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഫേം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷനാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് മീൻസ് എ ചേഞ്ച് ഇൻ ദ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ദി പാർട്ണേഴ്സ് ഇഫക്റ്റഡ് ത്രൂ എ ഫ്രഷ് എഗ്രിമെന്റ് അണ്ടർ വിച്ച് ദ എക്സിസ്റ്റിംഗ് ബിസിനസ് കണ്ടിന്യൂസ്. പാർട്ണർഷിപ്പ് സ്ഥാപനത്തിന്റെ നിലവിലുള്ള എഗ്രിമെന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് പുനഃസംഘടനയ്ക്ക് തുല്യമാണ്. പാർട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നിലവിലുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സാഹചര്യത്തെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നിലവിലുള്ള കരാറ് അവസാനിക്കുകയും പുതിയ ഒരു കരാറ് തയ്യാറാക്കി ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിവിധ സാഹചര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, പുനഃസംഘടനാ രീതികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. ഒന്നാമത്തെ സാഹചര്യമാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. നിലവിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയ ഒരു പങ്കാളിയെ കൊണ്ടുവരികയാണെങ്കിൽ ആ സാഹചര്യത്തെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാഹചര്യം ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലാഭവിഹിത അനുപാതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ. നിലവിലുള്ള പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി നിലവിലുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സാഹചര്യത്തെയാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സാഹചര്യമാണ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഒരു പങ്കാളിയുടെ വിരമിക്കൽ. നിലവിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഒരു പാർട്ണർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിരമിക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലും പുതിയ ഒരു എഗ്രിമെന്റ് എഴുതേണ്ടി വരും. ആ സാഹചര്യത്തെയും റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. നാലാമത്തെ സാഹചര്യമാണ് ഡെത്ത് ഓഫ് എ പാർട്ണർ. നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേമിലെ ഏതെങ്കിലും ഒരു പങ്കാളി മരണപ്പെടുകയാണെങ്കിൽ മറ്റു പങ്കാളികൾ ഈ ബിസിനസ് പുതിയ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സാഹചര്യത്തെയും റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇതിലെ ഓരോ സാഹചര്യങ്ങളും നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ റീകോൺസ്റ്റിറ്റ്യൂഷനുള്ള സാഹചര്യമാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. അക്കോർഡിംഗ് ടു പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932, എ പേഴ്സൺ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ണർ വിത്ത് ദ കൺസെന്റ് ഓഫ് ആൾ ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. യൂഷ്വലി എ ന്യൂ പാർട്ണർ ഈസ് അഡ്മിറ്റഡ് when the firm needs additional capital or managerial help or both. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം നിലവിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയ ഒരു പങ്കാളിയെ കൊണ്ടുവരണമെങ്കിൽ നിലവിൽ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ണേഴ്സിന്റെയും കൺസെന്റ്, സമ്മതം ആവശ്യമാണ്. പല സാഹചര്യങ്ങളിലും പുതിയ പാർട്ണറെ കൊണ്ടുവരാറുണ്ട്. പ്രധാനമായും അധിക മൂലധനം ആവശ്യമുള്ള സമയത്തും ബിസിനസിന്റെ നടത്തിപ്പിന് ബിസിനസ് നടത്തി പരിചയമുള്ള ആളുകളുടെ സഹായം ആവശ്യമായി വരുമ്പോഴും പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. For example, Sunil and Shamir are partners sharing profits in the ratio of 3:2. On April 1, 2020, they admitted Thomas as a new partner with 1/6 share in profits of the firm. For example, പറയുന്നത് there are two partners, Sunilum ഷമീറും പാർട്ട്നേഴ്സാണ്.
അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അങ്ങനെ 2020 ഏപ്രിൽ 1 അവർ പുതിയ പാർട്ണറെ കൊണ്ടുവരികയാണ്, തോമസ്. പുതിയ ബിസിനസ്സിൽ അയാൾക്ക് 1/6 ഷെയറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ സുനിലും ഷമീറും തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെന്റ് അവസാനിക്കുകയും തോമസിനെ കൂടി ഉൾപ്പെടുത്തി പുതിയ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. വിത്ത് ദിസ് ചേഞ്ച് നൗ there are 3 partners of the firm and it stand reconstituted. അപ്പോൾ ഈ മാറ്റത്തിലൂടെ ആ ബിസിനസ്സിൽ 3 പാർട്ട്നേഴ്സായി വരും. അങ്ങനെ 3 പാർട്ട്നേഴ്സ് പുതിയൊരു എഗ്രിമെന്റ് തയ്യാറാക്കി അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. രണ്ടാമത്തെ സാഹചര്യമാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ലാഭവിഹിത അനുപാതത്തിൽ വരുത്തുന്ന മാറ്റം, നിലവിലുള്ള റേഷ്യോയിൽ വരുത്തുന്ന മാറ്റം, അതും റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എക്സാമ്പിളാണ്. Sometimes the partners of a firm may decide to change their existing profit sharing ratio. This may happen on account of a change in the existing partners' role in the firm. പാർട്ട്നേഴ്സിന്റെ നിലവിലുള്ള ക്യാപിറ്റലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ, അതല്ലെങ്കിൽ നിലവിൽ പാർട്ട്നേഴ്സിനുള്ള ഉത്തരവാദിത്തങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ, മാനേജിംഗ് പാർട്ണർ മാറുന്ന സമയത്ത്, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നിലവിലുള്ള പാർട്ട്നേഴ്സ് അവരുടെ റേഷ്യോ പുതുക്കി പുതിയൊരു റേഷ്യോ പ്രകാരം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഈ സാഹചര്യത്തെയാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. റാം, മോഹൻ ആൻഡ് സോഹൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. With effect from April 1, 2020, they decided to share profits equally as Mohan and Sohan bring in additional capital. ഇപ്പോൾ ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, റാം, മോഹൻ ആൻഡ് സോഹൻ. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2:1 എന്നുള്ള റേഷ്യോയിലാണ്. അങ്ങനെ 2020 ഏപ്രിൽ 1 മോഹനും സോഹനും അഡീഷണൽ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി മുതൽ അവർ ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അതായത് 1:1. 3:2:1 എന്ന് എഴുതിയിട്ടുള്ള പഴയ എഗ്രിമെന്റ് അവസാനിപ്പിച്ചു. പുതിയ ഒരു എഗ്രിമെന്റ് അവർ തയ്യാറാക്കി. അങ്ങനെ പുതിയ എഗ്രിമെന്റിന്റെ ബേസിലാണ് ഇവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദിസ് റിസൾട്ട് ഇൻ എ ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ലീഡിംഗ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം. അപ്പോൾ നിലവിലുള്ള എഗ്രിമെന്റിൽ മാറ്റം വന്നതോടുകൂടി ഈ ബിസിനസ് പുനഃസംഘടിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. മൂന്നാമത്തെ സാഹചര്യമാണ് റിട്ടയർമെന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. ഒരു പങ്കാളി ബിസിനസ്സിൽ നിന്ന് വിരമിക്കുക. ഇറ്റ് മീൻസ് വിഡ്രോവൽ ഓഫ് എ പാർട്ണർ ഫ്രം ദ ബിസിനസ് വിച്ച് മേ ബി ഡ്യൂ ടു ഹിസ് ബാഡ് ഹെൽത്ത്, ഓൾഡ് ഏജ് ഓർ ചേഞ്ച് ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു പാർട്ണർ ബിസിനസ്സിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് വിരമിക്കാറുണ്ട്. അത് അനാരോഗ്യമാവാം, പ്രായാധിക്യമാവാം, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള താല്പര്യക്കുറവാവാം. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും ഒരു പാർട്ണർ വിരമിക്കുകയാണെങ്കിൽ അത് റീകോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു സാഹചര്യമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. റോയ്, രവി ആൻഡ് റാവു ആർ പാർട്ണേഴ്സ് ഇൻ ദ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:2:1. On account of illness, Ravi retired from the firm on March 31, 2020. This result in reconstitution of the firm now having only 2 partners. റോയ്, രവി, റാവു 3 പാർട്ട്നേഴ്സ് ആയിരുന്നു ബിസിനസ് ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ നിന്ന് അസുഖം കാരണം, അനാരോഗ്യം കാരണം രവി റിട്ടയർ ചെയ്യണം. അങ്ങനെ റിട്ടയർ ചെയ്യുമ്പോൾ ഇനി ആ ബിസിനസ്സിൽ ബാക്കിയുള്ളത് റോയും റാവുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പുതിയൊരു എഗ്രിമെന്റ് തയ്യാറാക്കേണ്ടി വരും. നേരത്തെ 3 പേരും ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റ് അവസാനിപ്പിക്കുകയും റോയും റാവും ഒരുമിച്ചിരുന്ന് പുതിയൊരു എഗ്രിമെന്റ് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സാഹചര്യത്തെയും നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കേണ്ടത്. റീകോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു സാഹചര്യമാണ് ഡെത്ത് ഓഫ് എ പാർട്ണർ. പാർട്ണർഷിപ്പ് മേ ആൾസോ സ്റ്റാൻഡ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ഡെത്ത് ഓഫ് എ പാർട്ണർ if the remaining partners decided to continue the business of the firm as usual. അപ്പോൾ ഒരു പങ്കാളിയുടെ മരണം സംഭവിക്കുകയാണ്. മറ്റ് പങ്കാളികൾ നിലവിലുള്ള ബിസിനസ് പുതിയൊരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ അതും റീകോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു സാഹചര്യമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം.
A, B and C are partners in a firm sharing profits in the ratio of 3:2:1. 3 partners ഉണ്ട്, 3:2:1 എന്നുള്ള റേഷ്യോയിലാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. A died on March 31, 2020. B and C decided to carry on the business sharing future profits equally. A ആണ് മരണപ്പെടുന്നത്. ബിയും സിയും ബിസിനസ് പുതിയൊരു എഗ്രിമെന്റ് തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചിട്ടുണ്ട്. The continuity of the business by B and C sharing future profits equally leads to reconstitution of the firm. നിലവിലുള്ള ബിസിനസ് അവസാനിപ്പിക്കുന്നില്ല. ബിയും സിയും പുതിയൊരു എഗ്രിമെന്റ് തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് റീകോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു സാഹചര്യമാണ്. ഇതിൽ 4 സാഹചര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഡ്മിഷൻ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഇതിൽ ആദ്യത്തെ 2 സാഹചര്യങ്ങൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണറും ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഡെത്ത് ഓഫ് എ പാർട്ണറും റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണറും നമ്മൾ അടുത്ത ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, അധിക മൂലധനം ആവശ്യമുള്ള സമയത്തും സ്ഥാപന നടത്തിപ്പിന് മറ്റുള്ള ആളുകളുടെ സഹായം ആവശ്യം വരുന്ന സമയത്തുമാണ് പുതിയൊരു പാർട്ണറെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 2 അവകാശങ്ങളാണ് കിട്ടുന്നത്. എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ അക്വയേഴ്സ് 2 മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫേം. പ്രധാനമായിട്ടും 2 അവകാശങ്ങളാണ് പുതിയതായി വരുന്ന പാർട്ണർക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത്. എന്തൊക്കെയാണവ? ഒന്നാമത്തെ അവകാശമാണ് റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ ഫേം. ടു ഗെറ്റ് ദിസ് റൈറ്റ് ഹി ഹാസ് ടു ബ്രിങ് ക്യാപിറ്റൽ. അപ്പൊ ഇങ്ങനെ ഒരു അവകാശം കിട്ടണമെങ്കിൽ അയാൾ എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. അങ്ങനെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതോടുകൂടി അയാൾ ഈ ബിസിനസ്സിന്റെ ഒരു പുതിയ പാർട്ണറായി മാറി. നിലവിലുള്ള എല്ലാ പ്രോപ്പർട്ടിയിലും അയാൾക്കൊരു അവകാശം കൂടി വന്നു ചേരും. ദിസ് എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അത് ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. എന്താണ് രണ്ടാമത്തെ അവകാശം? റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. അപ്പൊ ഇനി വരും വർഷങ്ങളിൽ കിട്ടുന്ന ലാഭം, ആ ലാഭത്തിലുള്ള ഒരു വിഹിതം കിട്ടുന്നതിനുള്ള അവകാശവും ആർക്ക് കിട്ടും? പുതിയ പാർട്ണർക്ക് ലഭിക്കും. അതാണ് രണ്ടാമത്തെ റൈറ്റ്. റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. ഭാവി ലാഭത്തിൽ പങ്ക് ലഭിക്കുന്നതിനുള്ള അവകാശം. ടു ഗെറ്റ് ദിസ് റൈറ്റ് ഹി ഹാസ് ടു ബ്രിങ് പ്രീമിയം. ഇങ്ങനെ ഈ രണ്ടാമത്തെ റൈറ്റ് കിട്ടുന്നതിന് വേണ്ടി അയാൾ കൊണ്ടുവരേണ്ട എമൗണ്ടിനെ പറയുന്ന പേരാണ് പ്രീമിയം. ഷെയർ ഓഫ് ഗുഡ് വിൽ എന്നും പറയാറുണ്ട്. അധിക ലാഭമുണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ പുതിയ പങ്കാളി വരുന്ന സമയത്ത് സാധാരണ കൊണ്ടുവരുന്ന ഒരു എമൗണ്ട് ആണ് പ്രീമിയം. ക്യാപിറ്റലിന് പുറമെ കൊണ്ടുവരേണ്ട ഒരു എമൗണ്ട് ആണ് പ്രീമിയം. നിലവിലുള്ള പാർട്ണേഴ്സ് കുറേ വർഷങ്ങളായി പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗുഡ് വില്ലില്, സൽപ്പേരില് ഇനി മുതൽ ആർക്ക് കൂടി അവകാശം കിട്ടുകയാണ്? പുതിയ പാർട്ണർക്ക് കൂടി അവകാശം കിട്ടുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയാൻ കാരണം. ദിസ് എമൗണ്ട് വിൽ ബി ഷെയർഡ് ബൈ ദ ഓൾഡ് പാർട്ണേഴ്സ് ആസ് ദേ സാക്രിഫൈസ് എ പാർട്ട് ഓഫ് ദെയർ പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഇൻകമിംഗ് പാർട്ണർ. അപ്പൊ ഇങ്ങനെ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം പഴയ പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയല്ല വേണ്ടത്. കാരണം പുതിയ പാർട്ണർ വരുന്ന സമയത്ത് പഴയ പാർട്ണേഴ്സിന് സാക്രിഫൈസ് വരുന്നുണ്ട്, നഷ്ടം വരുന്നുണ്ട്. ആ നഷ്ടത്തിനുള്ള ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് ഈ പ്രീമിയം എമൗണ്ടിനെ കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിച്ച് റിക്വയർ അറ്റൻഷൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഒരു പുതിയ പങ്കാളിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ ലാഭവിഹിത അനുപാതം കണ്ടെത്തണം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഓരോ സാഹചര്യങ്ങളിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുതിയ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി, പുതിയ ഒരു റേഷ്യോ തയ്യാറാക്കിയിട്ടാണ്. അങ്ങനെയാവുമ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയങ്ങളിൽ നമ്മൾ എന്ത് കണ്ടെത്തേണ്ടി വരും? പുതിയൊരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വരും വർഷങ്ങളിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് ആണ് സാക്രിഫൈസിങ് റേഷ്യോ, ത്യാഗ അനുപാതം. നേരത്തെ ഡിസ്കസ് ചെയ്തു, പുതിയ പാർട്ണർ വരുന്ന സമയത്ത് ക്യാപിറ്റൽ കൊണ്ടുവരണം. ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്ക് അസറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം കിട്ടുന്നു.
ദെൻ അയാൾ പ്രീമിയം കൊണ്ടുവരണം. പ്രീമിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം കിട്ടുന്നു. അപ്പൊ ഈ കൊണ്ടുവരുന്ന പ്രീമിയം അതൊരു കോമ്പൻസേഷനാണ്. ഈ കോമ്പൻസേഷൻ പഴയ പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കണം. ആ ഡിവൈഡ് ചെയ്തെടുക്കേണ്ട റേഷ്യോയെ പറയുന്ന പേരാണ് സാക്രിഫൈസിങ് റേഷ്യോ. പുതിയ പാർട്ണർ വരുന്നത് കൊണ്ട് പഴയ പാർട്ട്നേഴ്സിന് ഏത് രീതിയിലുള്ള കുറവാണ് സംഭവിച്ചിട്ടുള്ളത്, പഴയ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിൽ എത്രത്തോളം കുറവ് വന്നിട്ടുണ്ട്, ആ കുറവിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടെത്തുന്ന ഒരു റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. അത് പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. തേർഡ് പോയിന്റ് ആണ് വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഒരു പാർട്ണർഷിപ്പ് ഫേം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗുഡ് വില്ലിനെ ബേസ് ചെയ്തിട്ടാണ് പുതിയ പാർട്ണർ കൊണ്ടുവരേണ്ട പ്രീമിയം തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബിസിനസിന്റെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ കാൽക്കുലേഷനാണ് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ. നെക്സ്റ്റ് പോയിന്റ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. ആസ്തികളുടെയും ബാധ്യതകളുടെയും പുനർമൂല്യനിർണ്ണയം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുന്ന സമയത്ത് 1,00,000 രൂപയുടെ ലാൻഡ് വാങ്ങി. ബിസിനസ് തുടങ്ങി 10 വർഷത്തിന് ശേഷമാണ് പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തും ബാലൻസ് ഷീറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ലാൻഡിന്റെ വില 1,00,000 രൂപയാണ് കാണുന്നത്. കാരണം ബുക്ക് വാല്യൂ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 10 വർഷം കൊണ്ട് ഈ ലാൻഡിന്റെ വിലയിൽ വന്നിട്ടുള്ള മാറ്റം, ഈ ലാൻഡിന്റെ വിലയിൽ വന്നിട്ടുള്ള വർധനവ്, അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടേണ്ടത്? പഴയ പാർട്ട്നേഴ്സിനാണ് കിട്ടേണ്ടത്. പുതിയ പാർട്ട്നേഴ്സ് വരുന്നതിന് മുമ്പ് ആ അസറ്റിൽ വന്നിട്ടുള്ള വിലവർധനവ് കണക്കാക്കി ആ പ്രോഫിറ്റിനെ പഴയ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ എല്ലാ അസറ്റുകളും റീവാല്യൂ ചെയ്യണം, എല്ലാ ബാധ്യതകളും റീഅസസ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ലാഭവും നഷ്ടവും പഴയ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് എല്ലാം ആർക്ക് അവകാശപ്പെട്ടതാണ്? പഴയ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണം, റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണം, അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണം. ഇതെല്ലാം അഡ്മിഷന്റെ സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇങ്ങനെ പുതിയ പാർട്ണർ വന്നതിന് ശേഷം എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ ബാലൻസ് അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് പ്രൊപ്പോർഷനേറ്റ് ആക്കുന്ന ഒരു കാൽക്കുലേഷൻ കൂടി ചില സാഹചര്യങ്ങളിൽ വരാറുണ്ട്. അതിനാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. നിലവിൽ പങ്കാളിത്ത സ്ഥാപനത്തിന്റെ കരാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. വിവിധ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, വിവിധ രീതികൾ എന്തൊക്കെയാണ്? അഡ്മിഷൻ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെന്റ്, ഡെത്ത്, ഇത്രയും സാഹചര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ന്യൂ പാർട്ണർ അക്വയേഴ്സ് 2 മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫേം. പിന്നീട് നമ്മൾ പഠിച്ചത് ഒരു പുതിയ പാർട്ണർ വരുന്ന സമയത്ത് 2 അവകാശങ്ങളാണ് ലഭിക്കുന്നത്. ഒന്ന് റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദ ഫേം, 2 റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിച്ച് റിക്വയർ അറ്റൻഷൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. പുതിയ പാർട്ണർ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: ഒന്ന്, പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം, അസറ്റുകളും ലയബിലിറ്റികളും റീവാല്യൂ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തത്. ഇന്ന് ചർച്ച ചെയ്ത എന്തെങ്കിലും പോയിന്റുകൾ, ഏതെങ്കിലും കാര്യങ്ങൾ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാപ്റ്ററിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.